മണികണ്ഠൻ എന്ന് പറയുന്ന പയ്യൻ ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചു വരുന്ന ഒരാളാണ്. അവൻ്റെ പാട്ട് കേട്ടിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നിട്ട് പറയും നമുക്ക് മ്യൂസിക് ഡയറക്ടർ, ഇവിടുത്തെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടർ ഒക്കെ പറ്റില്ലെന്ന് പറഞ്ഞ ആളെ ഞാൻ. മണികണ്ഠനോട് വിളിച്ചു ചോദിച്ചു നിനക്ക് ഇതിൻ്റെ മ്യൂസിക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് ഒരുപാട് പരിചയമൊന്നുമില്ല മണികണ്ഠനെ. ഒരു ഫോൺ കോളിൽ ചാൻസ് ചോദിച്ച് വിളിച്ച് കോള്, അതിൽ പിറ്റേ ദിവസം ഞാൻ എഴുതി കൊടുത്ത വരികൾ കലിപ്പ് കട്ടക്കലിപ്പ്. അതിന് ഈവനിങ്ങിന് അവൻ തന്ന മ്യൂസിക്, അതിൻ്റെ പിറ്റേ ദിവസം എയറോമൻ സ്റ്റുഡിയോയിൽ പോയിട്ട് മിക്സ് ചെയ്ത് വന്നു. എല്ലാം ഞാൻ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യുന്നത്. എല്ലാം സഹായിച്ചത് സുകുമാർ തെക്കേപ്പാട്ട് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. സുഖേട്ടനെ സഹായിക്കേണ്ട കാര്യമില്ല, അതൊരു സ്നേഹബന്ധത്തിന് സഹായിച്ചാണ്. സുഖേട്ടൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗ്ലോബൽ മീഡിയ ഇത് കേൾക്കുന്നു. അവരോട് ചോദിക്കാം. അപ്പം എനിക്ക് ആ കമ്പനി അപ്പ കണ്ടവനപ്പ എന്ന് വിളിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ആ കമ്പനിക്ക് വേണ്ടി 4 കോടിക്ക് പടം ചെയ്താൽ പോരെ? ഇവരെ മാറ്റിയാൽ മതിയല്ലോ. അവരെ മാറ്റാതെ വാശി പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവര് പറഞ്ഞ പോയിന്റിൽ രൂപേഷ് മാറ്റം മ്യൂസിക് ഡയറക്ടർ വരെ കൊണ്ടുവരണം. നമുക്ക് ആലോചിച്ച് നോക്കും. മണികണ്ഠൻ ഇല്ലെങ്കിൽ ഞാൻ ഈ പടം ചെയ്യില്ലെന്ന് പറഞ്ഞു. അത് ഞാൻ പ്രൊഡ്യൂസർമാരെ മാറ്റിയ ആളാണ്. മനസ്സിലാവുണ്ടോ? അപ്പം ഇത് നമ്മൾ നമ്മൾ ഒരു കുരിശെടുക്കുക, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക, അവസാനം തിരിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് തിരിഞ്ഞ് ഡയലോഗ് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു അതെന്ന് പറഞ്ഞില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ അതുകൊണ്ടാണ് ആദ്യകാലത്ത് പ്രതികരിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ ആകെ ഷോക്കഡായിപ്പോയി.